സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഇപ്പം കരൾ ഡാമേജായ നമുക്ക് കരൾ മാറ്റാം, കിഡ്നി ഡാമേജായ കിഡ്നി മാറ്റാം, ഹൃദയം ഡാമേജായ ഹൃദയം വരെ മാറ്റാം. പക്ഷെ തല മാറ്റാൻ ഒക്കില്ല, തലച്ചോറ് മാറ്റാം. ഒരിക്കൽ ഡാമേജായ ആ ഭാഗം പോയി. ഇപ്പം നമ്മൾ രോഗികൾക്ക് കൈ ഇങ്ങനെ ഉയർത്തി വയ്ക്കാൻ പറയുമ്പോൾ കൈ ഇങ്ങനെ ചിലപ്പോൾ താന്നങ്ങ് വീണു പോകാം, ഇല്ലെങ്കിൽ കൈ പൊക്കാൻ പറ്റാതെയാകാം. പണ്ട് പഠനങ്ങൾ പറയായിരുന്നു ചെറിയ രീതിയിലാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ആ കൺസെപ്റ്റ് പോയി. ചെറിയ രീതിയിലുള്ള മദ്യപാനം അപകടം. അപ്പോൾ 1, 24 മണിക്കൂറും ഈ കാഷ്വാലിറ്റി സേവനങ്ങൾ വേണം. 2, 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. 3, ഈ അടിയന്തര ചികിത്സകൾ ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റൽസാണ്. സ്ത്രീകളിൽ സാധാരണ സ്ട്രോക്ക് വന്നാൽ അതിൻ്റെ തീവ്രത കുറച്ചുകൂടെ കൂടുതലും മരണനിരക്ക് കുറച്ചുകൂടെ കൂടുതലുമായിട്ടാണ് കാണപ്പെടുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും സ്ട്രോക്ക് കെയർ സെൻ്ററിൻ്റെ നോഡൽ ഓഫീസറുമായ ശ്രീ ഡോക്ടർ ദിലീപ് രാമചന്ദ്രനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ദിലീപ് രാമചന്ദ്രൻ. എന്താണ് ഒരു സ്ട്രോക്ക് വരുമ്പോഴുള്ള ലക്ഷണങ്ങൾ? സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാവുന്നതാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ. അതായത് ഇപ്പോൾ ചില രോഗികളിൽ ഇപ്പോൾ ഒരു 6 മാസമായി കൈക്ക് വിറയിൽ, അല്ലെങ്കിൽ 6 മാസമായി തലവേദന, അങ്ങനെയുള്ളതൊന്നും സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാവാൻ സാധ്യതയില്ല. പെട്ടെന്നുണ്ടാവുന്ന ലക്ഷണങ്ങളാണ് അതാണ് ആ വേർഡിൽ തന്നെയുള്ള സ്ട്രോക്ക് എന്ന് പറയുന്നത്. എന്തോ അടിക്കുന്നു എന്നുള്ള പോലെ സ്ട്രോക്ക് പെട്ടെന്നുണ്ടാവുന്ന ലക്ഷണങ്ങളാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ. അതായത് രീതിയിലായിരിക്കും അത്. ഉദാഹരണം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംസാരത്തിന് ക്ലാരിറ്റി, വ്യക്തത നഷ്ടപ്പെടുക, സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതിരിക്കുക, സംസാരത്തിലുള്ള വ്യത്യാസങ്ങൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. കുഴഞ്ഞു പോകുന്നു. 2, ഈ കൈയുടെയോ കാലിൻ്റെയോ ബലക്കുറവ്. ഒരു കൈക്കോ ഒരു കാലിനോ പെട്ടെന്നുണ്ടാവുന്ന ബലക്കുറവ്. ഇപ്പം നമ്മൾ രോഗികൾക്ക് കൈ ഇങ്ങനെ ഉയർത്തി വയ്ക്കാൻ പറയുമ്പോൾ കൈ ഇങ്ങനെ ചിലപ്പോൾ താന്നങ്ങ് വീണു പോകാം, ഇല്ലെങ്കിൽ കൈ പൊക്കാൻ പറ്റാതെയാകാം. ഏതായാലും കൈയുടെയോ കാലിൻ്റെയോ ബലക്കുറവ്. 3, നമുക്ക് ഈ കാഴ്ചയിലുള്ള ബുദ്ധിമുട്ടുകൾ. ഉദാഹരണം, പെട്ടെന്ന് ഒരു കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വശത്തെ കാഴ്ച മങ്ങുന്നു. അങ്ങനതും ഈ കാഴ്ചയുടെ. ചില ആൾക്കാരിൽ ഒരു വസ്തുവിനെ 2ആയിട്ട് പെട്ടെന്ന് കാണുന്നു. അങ്ങനെയൊക്കെ ഉള്ളതും സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകും. 4, ബാലൻസിൻ്റെ പ്രോബ്ലങ്ങൾ. നമ്മൾ നടക്കുമ്പോൾ ഒരു വശത്തേക്ക് ചരിഞ്ഞ് പോവുക, പെട്ടെന്നുണ്ടാവുന്ന തല കറക്കങ്ങൾ, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാവും. തലവേദന വരുന്നത് സാധാരണ ഉള്ള സ്ട്രോക്കിൻ്റെ 2 തരം സ്ട്രോക്കിൽ രക്തയോട്ട കുറവുണ്ടാവുന്ന സ്ട്രോക്കും രക്തയോട്ടം പൊട്ടി ബ്ലീഡിങ് ഉണ്ടാവുന്ന സ്ട്രോക്കും ഉണ്ട്. ഈ ബ്ലീഡിങ് ഉണ്ടാവുന്ന സ്ട്രോക്കിൽ തലവേദന വരാം. അത് അല്ലാതെ സാധാരണ ഈ രക്തയോട്ട കുറവുകൊണ്ടുണ്ടാവുന്ന സ്ട്രോക്കിൽ തലവേദന ഒരു കോമൺ ലക്ഷണമല്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസാരത്തിൻ്റെ കുഴച്ചിൽ, നമ്മൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ ഒരു വശത്തേക്ക് ഓടിപ്പോവുക, പിന്നെ ഈ ഒരു കൈക്ക് കാലിന് ബലക്കുറവ് വരിക, നടക്കുമ്പോൾ ബാലൻസിന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുക, കാഴ്ചയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഏത് കോമ്പിനേഷനിലും പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് സ്ട്രോക്കിന് സൂചകങ്ങളാകാം. അങ്ങനെ ഒരു സൂചന ഉണ്ടായാൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഈ ലക്ഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ പൊതുവെ ആൾക്കാർ ചെയ്യുന്നത്, ഇപ്പോൾ ഇങ്ങനൊരു ലക്ഷണം ഉണ്ടായാൽ ഇത് മാറുമോ എന്ന് ആൾക്കാരൊന്ന് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ചെറി കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മസാജൊക്കെ ചെയ്ത്, കൈ പൊക്കാൻ പറ്റിയില്ലെങ്കിൽ തലേ ദിവസം കൈ ഇങ്ങനെ വെച്ച് ഉറങ്ങി, അങ്ങനെ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ച് പൊതുവെ ഇതൊന്ന് ചിലപ്പോൾ ഇത് തന്നെയൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അത് കാരണമാണ് കുറഞ്ഞാണ്. പക്ഷേ ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ വന്നാൽ അത് മാറാൻ കാത്തിരിക്കരുത്. ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ഒരു ആശുപത്രിയിൽ എത്തണം. ആശുപത്രിയിൽ എത്തിയാൽ മാത്രമേ നമുക്കതിനുള്ള അടിയന്തര ചികിത്സകൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം അടുത്ത ചോദ്യം സാധാരണ ഉയരുന്നത് ഏത് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നാണ്. ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ ചെറിയ ക്ലിനിക്കുകൾ കാണും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കാണും, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ കാണും, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നൊരു സംശയം ആൾക്കാർക്ക് വരും. അപ്പോൾ ഇതിൽ ഏത് ആശുപത്രിയിലാണോ സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായത്, ഉദാഹരണം 24 മണിക്കൂറും കാഷ്വാലിറ്റി അടിയന്തര വിഭാഗ സർവീസസുകളുള്ള ഒരു ആശുപത്രി ആയിരിക്കണം. ഇപ്പോൾ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ കാര്യമില്ല. ക്ലിനിക്കിൽ ഡോക്ടർ 4 മണി തൊട്ട് 7 മണി വരെ നോക്കുന്ന ക്ലിനിക്കിൽ നമ്മൾ കൊണ്ടുപോയാൽ അവിടെ ഡോക്ടർക്ക് നോക്കാവുന്നേ ഉള്ളൂ, ബാക്കിയുള്ള അടിയന്തരമായ ഒരു കാര്യം അവിടെ ചെയ്യാൻ പറ്റില്ല. 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. കാരണം നെഞ്ചുവേദന വരുമ്പോൾ ECG എടുക്കുന്ന പോലെയാണ് ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ CT സ്കാനോ MRI എടുക്കുന്നത്. ആ സ്കാൻ എടുത്താൽ മാത്രമേ എന്ത് തരം സ്ട്രോക്കാണ് എന്ന് രോഗിക്ക് നമുക്ക്
മനസ്സിലാവുള്ളൂ. അതിനനുസരിച്ചാണ് ചികിത്സ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ 24 മണിക്കൂറും സ്കാൻ എടുക്കാൻ സൗകര്യമുള്ള ഒരു ആശുപത്രിയിലായിരിക്കണം രോഗി ചെല്ലേണ്ടത്. അപ്പോൾ അങ്ങനെ സ്കാൻ എടുക്കാൻ സൗകര്യമില്ലാത്ത ഒരു ആശുപത്രിയിലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ ആ ആശുപത്രിയിൽ ചെന്ന് പിന്നെ അടുത്ത സ്കാൻ സെൻറ്ററിലോട്ട് നമ്മൾ കൊണ്ടുപോയി അവിടുന്ന് സ്കാൻ ചെയ്ത് തിരിച്ചു വന്ന് വെറുതെ സമയം പോവുകയാണ്. അപ്പോൾ ആ സമയം ലാഭിക്കാൻ വേണ്ടി നേരെ സ്കാൻ ഉള്ള ഒരു ഹോസ്പിറ്റലിലോട്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത്. 3, ഈ സ്ട്രോക്കിൻ്റെ അടിയന്തര ചികിത്സകൾ ലഭ്യമായിരിക്കണം. അടിയന്തര ചികിത്സകൾ എന്ന് പറയുന്നത് ചില സ്ട്രോക്കിൽ നമുക്ക് രക്തം അലിയിച്ച് കളയാനുള്ള ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാൻ കഴിയും. ആ ചികിത്സ ലഭ്യമായ ആശുപത്രിയിലായിരിക്കണം നമ്മൾ രോഗിയെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ 1, 24 മണിക്കൂറും ഈ കാഷ്വാലിറ്റി സേവനങ്ങൾ വേണം. 2, 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. 3, ഈ അടിയന്തര ചികിത്സകൾ ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റൽസ്. അപ്പം ഈ 3 ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്കായിരിക്കണം നമ്മൾ കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസിനാണ് നമ്മൾ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഹോസ്പിറ്റൽസിലോട്ട് നമ്മൾ കൊണ്ടുപോകണം. ഇപ്പം ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഏതൊക്കെയാണ് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ പറ്റുന്നത് ഈ ലക്ഷണങ്ങൾ സ്ട്രോക്കിൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലാവും, പക്ഷെ ഞാൻ കൊണ്ടുപോകുന്നത് തെറ്റായ ആശുപത്രിയിലേക്കായിരിക്കും. അപ്പം സമയം നഷ്ടപ്പെടുന്നതനുസരിച്ച് ഡാമേജ് കൂടുകയും ചെയ്യും. 2 തരം സ്ട്രോക്കാണ് പ്രധാനമായിട്ടുള്ളത്, അതൊന്ന് വിശദീകരിക്കാം. സ്ട്രോക്ക് 2 തരത്തിലാണുള്ളത്. ഒന്ന്, തലച്ചോറിലേക്ക് രക്തയോട്ടം കുറയുന്ന രീതിയിലുള്ള സ്ട്രോക്കും, അതിനെ ഇസ്കീമിക് സ്ട്രോക്ക് എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ തരം സ്ട്രോക്ക് രക്തക്കുഴലുകളിൽ ചില വീക്കം പോലെ വന്നിട്ട് അത് പൊട്ടി ബ്ലീഡിങ് ഉണ്ടാവുന്ന സ്ട്രോക്ക്, രക്തസ്രാവം ഉണ്ടാകുന്ന സ്ട്രോക്ക്, അതിനെ ഹെമറാജിക് സ്ട്രോക്ക് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 100 സ്ട്രോക്ക് രോഗികളെ കാണുകയാണെങ്കിൽ ഇതിൽ 70 തൊട്ട് 75 പേർക്കും ഇസ്കീമിക് സ്ട്രോക്ക് ആയിരിക്കും. 20 തൊട്ട് 25 പേരിലായിരിക്കും ഹെമറാജിക് സ്ട്രോക്ക്. അതാണ് സിവിയർ ആയിട്ടുള്ളത് അല്ലേ? ഹെമറാജിക് സ്ട്രോക്കാണ് ജീവൻ അപകടം ഉണ്ടാക്കുന്നത്. കൂടുതൽ മരണനിരക്കും ഹെമറാജിക് സ്ട്രോക്കിലാണ്. ഇസ്കീമിക് സ്ട്രോക്കിൽ മരണനിരക്ക് താരതമ്യേന കുറവാണെങ്കിലും ഉണ്ടാക്കുന്ന വൈകല്യങ്ങൾ കൂടുതലായിരിക്കും ഹെമറാജിക് സ്ട്രോക്കിനെക്കാട്ടും. രണ്ടും മോശപ്പെട്ട അസുഖങ്ങളാണ്. കൂടുതൽ മോശം മരണനിരക്ക് നോക്കുകയാണെങ്കിൽ ഹെമറാജിക് സ്ട്രോക്കും, വൈകല്യ നിരക്ക് നോക്കുകയാണെങ്കിൽ വൈകല്യം എന്ന് പറയുമ്പോൾ ഒരു വശം തളർന്നു പോവുക. അത് ഇപ്പം പോകുന്ന മാത്രമല്ല, അതിൻ്റെ റിക്കവറി, തിരിച്ചു ഇമ്പ്രൂവ് ചെയ്യുന്ന വൈകല്യം ഇമ്പ്രൂവ് ചെയ്യുന്ന നിരക്ക് ഹെമറാജിക് സ്ട്രോക്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇസ്കെമിക് സ്ട്രോക്കിൽ റിക്കവറി കുറച്ചുകൂടെ സ്ലോവും മോശമായിരിക്കും. സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ എന്താണ്? ഈ ഇസ്കീമിക് സ്ട്രോക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, 2 തരത്തിലുള്ള സ്ട്രോക്ക്, ഇസ്കീമിക് സ്ട്രോക്ക്, ഹെമറാജിക് സ്ട്രോക്ക്. ഇസ്കീമിക് സ്ട്രോക്കിൽ ഈ രക്തക്കുഴലിൽ വഴി പോകുന്ന രക്തം ഇല്ലാതാകുന്നു, നിലയ്ക്കുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാകുന്നു. ആ ബ്ലോക്ക് രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് അവിടെ ഒരു പ്ലാക്ക് പോലെ ഉണ്ടായി ചുരുങ്ങി രക്തയോട്ടം കുറഞ്ഞിട്ട് സ്ട്രോക്ക് വന്നതാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ കാണും. ഹൃദയത്തിൻ്റെ അറകൾക്കുള്ളിൽ ക്ലോട്ട് ഉണ്ടായി ആ ക്ലോട്ടിൻ്റെ ഒരു ഭാഗം തെറിച്ച് ഈ തലച്ചോറിലുള്ള രക്തക്കുഴലിൽ പോയി ബ്ലോക്ക് ഉണ്ടാകുന്നു. 3, വളരെ ചെറിയ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞിട്ടും ചെറിയ രക്തക്കുഴലുകളിലും ബ്ലോക്ക് വന്ന് സ്ട്രോക്കുകളുണ്ടാകും. ഈ ബ്ലോക്ക് വരാനുള്ള കാരണം പ്രധാനമായി കൊഴുപ്പടിയുന്നതോ ഹാർട്ടിൻ്റെ രക്തക്കട്ട തെറിച്ച് പോകുന്നതോ ആണ്. ഈ നേരെ മറിച്ച് ബ്ലീഡിങ് ഉണ്ടാകുന്ന സ്ട്രോക്കുകളിൽ ഈ ഏറ്റവും സാധാരണയായി കാരണം ഹൈപ്പർ ടെൻഷനാണ്, രക്താതിസമ്മർദ്ദമാണ്. BP കൂടുമ്പോൾ രക്തക്കുഴലുകളിൽ ചെറിയ ഭാഗങ്ങളിൽ കുമിള പോലെ മൈക്രോ അന്യൂറിസംസ് ഉണ്ടാവുകയും അത് പൊട്ടിയിട്ടാണ് ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ കാരണം ഒന്ന്, മറ്റിടത്ത് ക്ലോട്ട് വന്നടിയാനുള്ള കാരണം കൊഴുപ്പ് ഉണ്ടാകാനുള്ള കാരണം ഈ ഷുഗറും BP-യും കൊളസ്ട്രോളും അതെല്ലാം തന്നെയാണ് കൊഴുപ്പുണ്ടാകാനുള്ള കാരണം. ഹെമറാജിക് സ്ട്രോക്ക്, ബ്ലീഡിങ് ഉണ്ടാകുന്ന രക്തസ്രാവം ഉണ്ടാകുന്ന സ്ട്രോക്കിന് പ്രധാന കാരണം ഹൈപ്പർ ടെൻഷനാണ്. അത് നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് അത്യാവശ്യം. ഇതെല്ലാം നിയന്ത്രിച്ച് നിർത്തുന്നതാണ് അത്യാവശ്യം. ഇപ്പോൾ ഇസ്കെമിക് സ്ട്രോക്ക് വരാനുള്ള കാരണം പറയുമ്പോൾ ഇത് ഈ കൊഴുപ്പടിഞ്ഞ് കൂടുന്നത് ഭക്ഷണശൈലി അല്ലെങ്കിൽ ജീവിതശൈലി അതിനൊരു കാരണമാണ്. കറക്റ്റാണ്. ഈ ജീവിതശൈലിയിൽ ഇപ്പം ഈ സ്ട്രോക്കും ഹാർട്ടിൻ്റെയും എല്ലാ അസുഖങ്ങളും നമ്മൾ ജീവിതശൈലി രോഗമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ സ്ട്രോക്കിൻ്റെ ഒരു 5 കോമൺ കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിൽ 1 ഹൈപ്പർ ടെൻഷനാണ്, BP-യുടെ പ്രോബ്ലം. 2 പ്രമേഹം, ഷുഗർ. 3 കൊഴുപ്പിൻ്റെ പ്രോബ്ലം. 4 വ്യായാമമില്ലായ്മ. 5 പുകവലി. 6 അമിതവണ്ണം. അപ്പോൾ ഇതെല്ലാം ജീവിതശൈലിയുമായി ചേർന്ന് നിൽക്കുന്ന അസുഖങ്ങൾ. ഈ പട്ടികയിൽ മദ്യപാനമില്ലേ? മദ്യപാനം ഉണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. മദ്യപാനം ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ഇടത്തര രീതിയിലാണെങ്കിലും അപകടമാണ്. പണ്ട് പഠനങ്ങൾ പറയായിരുന്നു ചെറിയ രീതിയിലാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ആ കൺസെപ്റ്റ് പോയി. ചെറിയ രീതിയിലുള്ള മദ്യപാനം അപകടം തന്നെ. ഒരു രീതിയിലുള്ള മദ്യപാനം ആവശ്യമില്ല, ഒരു രീതിയിലുള്ള ദുശീലങ്ങളും ആവശ്യമില്ല, അതൊന്നും നല്ലതല്ല. വ്യായാമം വളരെ പ്രധാനമാണ്. വ്യായാമം വളരെ പ്രധാനമാണ്. അത് എത്ര മിനിറ്റ്? നമ്മളൊരു ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ മിനിമം ഒരു 5 ദിവസം 20 തൊട്ട് 30 മിനിറ്റ് ബ്രിസ്ക് വാക്കിംഗ്, നല്ല വേഗത രീതിയിലുള്ള
നമ്മളങ്ങനെ ജിമ്മിൽ പോയി ട്രെയിൻ ചെയ്യണമെന്ന് അഡ്വൈസ് ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. പക്ഷേ മിനിമം വേണ്ട വ്യായാമം എന്ന് പറയുന്നത് 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും. വേഗത്തിലല്ലാതെ പതുക്കെ നടന്നാലും മതി എന്ന് ഇപ്പോൾ പറയുന്നില്ലേ? അത് മതി. അത് ഞാൻ ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നതിന് ഓരോ ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്ന കഴിവിൻ്റെ ഒരു ഇടനില. ഭയങ്കര സ്പീഡുള്ള വാക്കിംഗ് അല്ല, നമ്മളങ്ങനെ വിയർത്ത് കുളിക്കണമെന്നല്ല പറയുന്നത്. ഒരു കൈ വീശി ഒരു മോഡറേറ്റ് സ്പീഡിൽ നടക്കാൻ പറ്റുക. വളരെ സ്ലോ ആയിട്ടല്ല, ഒരു അത്യാവശ്യം വേഗതയിൽ. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത എങ്ങനെ? ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പല പല അസുഖങ്ങളുണ്ട് ഹൃദയ സംബന്ധമായ. ഒന്ന് വാൽവിൻ്റെ ചുരുക്കം, വാൽവുലർ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന അസുഖം. രണ്ട് ഹാർട്ടിൻ്റെ അറ്റാക്ക് വന്നിട്ട് ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുന്നത് കാരണം ഹാർട്ടിൻ്റെ അകത്ത് ക്ലോട്ട് ഉണ്ടാവാനുള്ള സാധ്യത. പിന്നെ ഹാർട്ടിനകത്തുള്ള ചെറിയ സുഷിരങ്ങളുണ്ട്, പേറ്റന്റ് ഫൊറാമിനോവിയൽ എന്ന് പറഞ്ഞ കുറച്ച് അസുഖങ്ങൾ. ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹൃദയത്തിൻ്റെ അസുഖമുള്ളവരിൽ ഹൃദയാഘാതത്തിൻ്റെ പ്രധാന കാരണം രക്തക്കുഴലുകൾ കൊഴുപ്പടിയുന്നതാണ്. ഇതേ കൊഴുപ്പ് തന്നെയാണ് തലച്ചോറിൽ രക്തക്കുഴലിലും അടിയുന്നത്. അപ്പോൾ ഇതേ അസുഖം തലയിലും ഇവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതേ സമയത്ത് തലയിലെവിടെയും ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ബ്ലോക്ക് തന്നെ അസുഖം ഉണ്ടാക്കാം. ഈ ബ്ലോക്ക് കാരണം ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുകയാണെങ്കിൽ അത് കാരണം അസുഖം ഉണ്ടാക്കാം. ഇതൊന്നും ബന്ധമില്ലാതെ വാൽവിൻ്റെ ചുരുക്കങ്ങൾ അത് കാരണം അസുഖം ഉണ്ടാക്കാം. ഹൃദയത്തിൻ്റെ ഇടിപ്പ് നമുക്കെല്ലാം അറിയാം, കൃത്യമായിട്ടായിരിക്കും. ഒരു മിനിറ്റിൽ ഏതാണ്ട് 60 തൊട്ട് 80 അല്ലെങ്കിൽ 60, 90 എന്ന നിരക്ക് കൃത്യമായിട്ട്. ഇത് തെറ്റായ രീതിയിലിടിക്കും, കൃത്യത ഇല്ലാതെ. അതിന് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും. താളം കാണുക, ഒരു കൃത്യത ഇല്ലാത്ത പടപട ഇഷ്ടമുള്ള രീതിയിലിടിക്കും. അപ്പോൾ അതിന് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും. ആ അസുഖവും സ്ട്രോക്കിലേക്ക് നയിക്കാം. അപ്പം ഹൃദയത്തിൻ്റെ അസുഖമുള്ളവരിൽ പക്ഷാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്ട്രോക്ക് വരാതിരിക്കാനായിട്ട് മുൻകരുതൽ എന്തെങ്കിലും എടുക്കാൻ പറ്റും? ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ജീവിത ശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, അതായത് 80 തൊട്ട് 90% സ്ട്രോക്കുകളും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്. അത് പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗം ജീവിതശൈലിയിൽ ഇപ്പോൾ നമുക്ക് പ്രമേഹമുണ്ടെങ്കിൽ അത് നന്നായി കൺട്രോൾ ചെയ്യുക. എല്ലാ രോഗികളും പറയും ഞങ്ങൾ നന്നായാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു വെറും വയറ്റിലുള്ള ഷുഗർ 90-നും 130-നും ഇടയ്ക്ക്, ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ 140-നും 180-നും ഇടയ്ക്ക്, HbA1c ഒരു 6.5, 7 ആ റേഞ്ചിൽ. ഇപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ടെസ്റ്റിൽ ഈ വാല്യൂ ആണെങ്കിലാണ് ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നു എന്നതിനർത്ഥം. ഇപ്പോൾ രണ്ടാമത് ബി പി നമ്മൾ മരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ ആഹാരം നിയന്ത്രിക്കുന്നു, അതുവഴി നമ്മുടെ മുകളിലുള്ള BP 130-ൽ താഴെയുള്ള BP ഒരു 80 റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ റീസണിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാം. 3, നമ്മൾ കൊളസ്ട്രോളിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ ആഹാര രീതി, വ്യായാമം, മരുന്ന് വഴി LDL കൊളസ്ട്രോൾ 100-ൽ താഴെ, പറ്റുമെങ്കിൽ 70-ൽ താഴെ കീപ്പ് ചെയ്താൽ അതും ഈ സ്ട്രോക്ക് പ്രിവെൻഷന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ വ്യായാമം, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ വ്യായാമം. 5, ഈ ആഹാരക്രമം, ഈ ഷുഗർ, BP, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള, സ്ട്രോക്കിന് മാത്രമായിട്ടുള്ള ആഹാരക്രമമല്ല, ഈ റിസ്ക് ഫാക്ടേഴ്സിന് വേണ്ട രീതിയിലുള്ളൊരു മാംസാഹാരങ്ങൾ ഒഴിവാക്കണമെന്നുണ്ട്. ഒഴിവാക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യില്ല. ഇതിലുള്ള ഇപ്പോൾ ഈ കൊഴുപ്പുള്ള ആഹാരങ്ങൾ കുറയ്ക്കുന്നതാണ് നല്ലത്. മാംസാഹാരം ഇപ്പം ചെറിയ മീനുകൾ, കറി വെച്ച മീനുകൾ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഫ്രൈ ചെയ്യുമ്പോഴാണല്ലോ അതിനകത്തോട്ട് എണ്ണ കയറുന്നത്. അതേപോലെ ഇപ്പം ചിക്കൻ ആണെങ്കിലും ഡെയിലി കഴിക്കണമെന്നല്ല, മാസത്തിൽ ഒരു 2-3 ദിവസം 4 ദിവസമൊക്കെ കഴിക്കാം. ഈ ബാക്കി മട്ടണിലും ബീഫിലും ഒക്കെ കൊഴുപ്പ് കൂടുതലായതുകൊണ്ട് അത് പൊതുവെ ഞങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പം നമുക്ക് ആഹാരം കഴിച്ചുകൂടായികയല്ല, കഴിക്കാം, പക്ഷെ അതിനൊരു നിയന്ത്രണവും കൃത്യമായ ഒരു അളവും നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ആഹാരം കഴിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. സ്ട്രോക്ക് ചികിത്സയിലെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ട്രോക്ക് ചികിത്സയിൽ 2 ടൈം പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പം പലപ്പോഴും ഈ സ്ട്രോക്കിന് ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇത് ആദ്യമായി സ്ട്രോക്കിൻ്റെ ലക്ഷണം ഉണ്ടായത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇപ്പോൾ ഉദാഹരണം, ഒരാൾ 8 മണിക്ക് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണം ഉണ്ടായാൽ 8 മണി എന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനോടൊപ്പം ഏത് സമയത്താണ് ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണം ഉണ്ടായതെന്നും നമ്മളൊരു ആൾക്ക് നമ്മുടെ മുമ്പിൽ വെച്ച് സ്ട്രോക്ക് ഉണ്ടായാൽ ആ സമയം ഒന്ന് നോട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ ടൈമിൽ നിന്നാണ് നമ്മൾ ചികിത്സകൾ ഏതൊക്കെ കൊടുക്കാൻ പറ്റും, കൊടുക്കില്ല എന്ന് നമ്മൾ കണക്കൂട്ടുക. പലപ്പോഴും രോഗികളെ കൊണ്ടുവരുമ്പോൾ കൂടെ വരുന്നവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് 9:30-ക്കാണോ 10-നാണോ 11-നാണോ? ആ വെപ്രാളത്തിൽ പലപ്പോഴും അവർ സമയം നോക്കില്ല, കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ആ സമയം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ചികിത്സ വളരെ എളുപ്പമാണ്. അപ്പോൾ ഉദാഹരണം, 9 മണിക്കാണ് ഒരാൾക്ക് ലക്ഷണം തുടങ്ങിയാൽ അവിടെ നിന്ന് 4.5 മണിക്കൂറിനുള്ളിലാണ് നമുക്ക്
ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 9 മണിയാണെങ്കിൽ നമ്മൾ 4:30 കൂട്ടുകയാണെങ്കിൽ 13:30, 1:30 മണി വരെയാണ് അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാനുള്ള വിൻഡോ. ഈ 24 മണിക്കൂർ വരെ വലിയ ക്ലോട്ടുള്ള രോഗികളിൽ കാത്ത് ലാബ് ഉള്ള ആശുപത്രികൾ ക്ലോട്ട് മാറ്റുന്ന മെക്കാനിക്കൽ ത്രോംബക്ടമി ചികിത്സയും ചെയ്യാൻ പറ്റും. ഇപ്പം ത്രോംബോളിസിസ് എന്ന രോഗത്തിൻ്റെ ഗോൾഡൻ അവർ 4:30 മണിക്കൂറും മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന ചികിത്സയുടെ ഗോൾഡൻ അവർ 24 മണിക്കൂറുമാണ്. രണ്ടായിട്ട് നമുക്ക് അതിനെ തിരിക്കാം. ഇത് രക്തസ്രാവം അല്ലെ തലച്ചോറിലെ രക്തധമനികൾ പൊട്ടിയുണ്ടാകുന്ന സ്ട്രോക്ക് ആണെങ്കിലും ഈ ഗോൾഡൻ അവർ സുപ്രധാനമാണ്. പണ്ടത്തെ ഒരു ഇപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ മനസ്സിലാക്കിയിരുന്നത് ഈ ഇതിൽ BP കൺട്രോൾ ചെയ്യുന്നതാണ് ഹെമറാജിക് സ്ട്രോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. പക്ഷേ പല പഠനങ്ങളും കാണിക്കുന്നത് നമ്മളൊരു BP വന്ന രോഗി കൂടി രക്തസ്രാവം വന്ന രോഗി ആശുപത്രി വന്നാൽ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് BP കുറയ്ക്കാൻ കഴിഞ്ഞാൽ ഈ രക്തസ്രാവം കൂടാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ രക്തസ്രാവം കൂടിയതില്ലെങ്കിൽ രോഗിക്ക് വൈകല്യങ്ങൾ കുറയാനും ജീവൻ രക്ഷപ്പെടാനുമുള്ള സാധ്യത കൂടുതൽ. അപ്പം അവിടെയും ഈ ഗോൾഡൻ അവർ ഉണ്ട്. ആദ്യത്തെ ആ 1 മണിക്കൂറിൽ BP കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ രോഗി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സ്ട്രോക്ക് വരുന്നതിന് പ്രായ വ്യത്യാസമുണ്ടോ? ഇപ്പോൾ കുട്ടികൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടോ? യുവാക്കൾക്ക് കൂടുതലാണോ? അത് ഏജ് കൂടുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്നുണ്ടോ? സ്ത്രീകൾക്കുണ്ടോ? ഏജ് കൂടുന്നതിനനുസരിച്ച് ഡെഫിനറ്റ് ആയിട്ട് സ്ട്രോക്ക് വർദ്ധിക്കുന്നുണ്ട്. അതായത് എപ്പോഴും പ്രായമായവരാണ് നമ്മൾ ഒരു 100 സ്ട്രോക്ക് കാണുകയാണെങ്കിൽ അതിലൊരു 80 സ്ട്രോക്കും 60 വയസ്സിൽ കൂടുതലുള്ളവർക്കായിരിക്കും. ഒരു 20 സ്ട്രോക്കിൽ ഒരു 20ഉം 18 വയസ്സിൽ കൂടുതലായിരിക്കും. 18 വയസ്സിൽ താഴെ സ്ട്രോക്ക് വരുന്നത് വളരെ വളരെ വിരളമാണ്. സ്ട്രോക്ക് അല്ലാതുള്ള കാരണങ്ങളാകാനാണ് സാധ്യത. കുട്ടികളിലും വളരെ കൊച്ചു കുട്ടികളിൽ വരെ സ്ട്രോക്ക് വരാം. അതിനുള്ള കാരണങ്ങൾ വ്യത്യാസമുള്ള കാരണങ്ങളാണ്. അപ്പോൾ സാധാരണ രീതിയിൽ 60 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്കാണ് സ്ട്രോക്ക് വരുന്നത്. പക്ഷേ ഈ 18 വയസ്സ് മുതൽ ഈ ഒരു 60 വയസ്സുള്ള രോഗികളിലും ആൾക്കാരിലും സ്ട്രോക്ക് വരാം. കാരണം ഈ പണ്ടെല്ലാം 60 വയസ്സിൽ കൂടുതലുള്ളവർക്കായിരുന്നു പ്രമേഹവും BP എല്ലാം. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. 30 വയസ്സിലും 40 വയസ്സിലും ആൾക്കാർക്ക് ഇപ്പോൾ ആ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. പണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ വരുന്ന ഈ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ ആ പ്രായത്തിൽ നിന്ന് പുറകോട്ട് ഷിഫ്റ്റ് ചെയ്ത് നേരത്തെ, അപ്പോൾ ആ ഷിഫ്റ്റ് സ്ട്രോക്കിലും ഹാർട്ടിൻ്റെ അസുഖങ്ങളിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സ്ട്രോക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ടും സ്ട്രോക്കും ഹാർട്ടിൻ്റെ അസുഖങ്ങളും എല്ലാം വന്നു തുടങ്ങി. പക്ഷേ ഈ ചെറുപ്പക്കാരിൽ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ അതിലൊക്കെ താഴെ വരുന്ന സ്ട്രോക്കുകളിൽ ഈ കൊഴുപ്പടിയുന്ന സ്ട്രോക്ക് തന്നെ ആകണമെന്നില്ല. അപ്പോൾ അവരിൽ ചിലപ്പോൾ ഈ ഹാർട്ടിൻ്റെ വാൽവിലുള്ള സുഷിരങ്ങൾ, ഭിത്തിയിലുള്ള സുഷിരങ്ങൾ, PFO എന്ന് പറയുന്ന സുഷിരങ്ങൾ കൊണ്ടുണ്ടാകുന്ന സ്ട്രോക്കുകളാവാം. 2 ഈ രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ വരുന്ന വിള്ളലുകൾ, അത് കാരണം രക്തം ആ ഭിത്തിയിലോട്ട് കയറി ഡിസെക്ഷൻ എന്ന് പറഞ്ഞൊരു അസുഖം കൊണ്ടാവാം. 3 വളരെ വിരളമായി ജനിതകമായുള്ള അസുഖങ്ങളുണ്ട്. അത് വളരെ വളരെ വിരളമാണ്. 4 ഈ രക്തത്തിലുള്ള ദൂഷ്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം ചില ആൻറ്റിബോഡികൾ, ഫോസ്ഫോലൈപ്പിഡ് ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡി കാരണം രക്തം പെട്ടെന്ന് കട്ട പിടിച്ചേക്കാം. അങ്ങനെയുള്ള രക്തത്തിൻ്റെ ദൂഷ്യങ്ങൾ അതുകൊണ്ടും സ്ട്രോക്കുകൾ വരാം. അതൊക്കെയാണോ സ്ത്രീകളിൽ ഈ മെനോപോസ് ആവുന്നതിന് മുമ്പ് വരെ സ്ത്രീകൾക്ക് ഈ കൊളസ്ട്രോൾ സംബന്ധമായ ഈ ജീവിതശൈലി രോഗങ്ങൾ അത്ര തീവ്രമായി വരാറില്ല. അവർക്ക് സ്ട്രോക്ക് വന്നാലും, സ്ത്രീകളിൽ സാധാരണ സ്ട്രോക്ക് വന്നാൽ അതിൻ്റെ തീവ്രത കുറച്ചുകൂടെ കൂടുതലും മരണനിരക്ക് കുറച്ചുകൂടെ കൂടുതലുമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ 2 സ്ട്രോക്കും വരാം. ഇസ്കീമിക് സ്ട്രോക്കും വരാം, ഹെമറാജിക് സ്ട്രോക്കും വരാം. ഈ നമ്മളൊരു 100 പേരിൽ സ്ട്രോക്ക് ആണെങ്കിൽ അതിൽ 60 തൊട്ട് 70 മെയിൽ പുരുഷന്മാർക്കായിരിക്കും. ഒരു 30 തൊട്ട് 40 ആയിരിക്കും എപ്പോഴും. അപ്പം സ്ത്രീകൾക്ക് പൊതുവേ സ്ട്രോക്ക് കുറവാണ് വരുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ തീവ്രമായിട്ടും കുറച്ചുകൂടെ അപകടങ്ങൾ കൂടുതൽ, മരണനിരക്കെല്ലാം സ്ത്രീകളിലാണ് പൊതുവെ കൂടുതൽ. എന്തുകൊണ്ടായിരിക്കും വരുന്നത്? ഈ സ്ത്രീകൾ വരുന്നു, അവർക്ക് ഈ ജീവിതശൈലി രോഗങ്ങളുണ്ട്. അതുകൊണ്ട് ഉറപ്പാണ്. ഈ പ്രത്യേകിച്ചുള്ളൊരു കാരണമായിട്ട് സ്ത്രീകളിൽ പറയാമെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ APLA എന്ന് പറഞ്ഞ അസുഖങ്ങളാണ് സ്ത്രീകളിൽ കൂടുതലായിട്ടുള്ളത്. അല്ലാതെ സ്ത്രീകളിലും പുരുഷന്മാരിലും സ്ട്രോക്കിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പൊതുവെ കോമൺ ആണ്, ഒരേപോലുള്ള കാരണങ്ങളാണ്. തുടർ ചികിത്സ, ഇപ്പോൾ ഒരു സ്ട്രോക്ക് ഒരിക്കൽ വന്ന ആളിന് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ? അത് കാരണങ്ങൾക്കനുസരിച്ചിരിക്കാം.
ഒരു 100 പേർക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ 90 പേർക്ക് വീണ്ടും സ്ട്രോക്ക് വരില്ല. നമ്മൾ നല്ല രീതിയിൽ കാരണം കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ കറക്റ്റായിട്ട് ചെയ്താൽ 90% ആൾക്കാർക്ക് സ്ട്രോക്ക് വീണ്ടും വരില്ല. 10% ആൾക്കാർക്ക് സ്ട്രോക്ക് വീണ്ടും വന്നേക്കാം. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ അവർ മരുന്ന് മുടക്കുന്നുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കറക്റ്റായിട്ട് എന്തുകൊണ്ട് സ്ട്രോക്ക് വന്നു എന്ന് കാരണം കണ്ടുപിടിക്കാതെ. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ കഴിക്കുന്ന ഗുളിക, ഇപ്പോൾ ഹാർട്ടിൻ്റെ അസുഖം കൊണ്ടുണ്ടായി സ്ട്രോക്ക് വന്ന ഒരാൾക്ക് ഈ വാർഫാരിൻ, അസിട്രോം എന്നൊരു വേറൊരു രീതിയിലുള്ള ചികിത്സയാണ് ആവശ്യമുള്ളത്. അപ്പോൾ തെറ്റായ രീതിയിലുള്ള മരുന്നുകളായിരിക്കാം കഴിക്കുന്നത്, മരുന്നുകൾ പ്രോപ്പറായി കഴിക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെയൊക്കെ ഉള്ള കാരണങ്ങൾ കാരണമാണ് ഈ 10% ആൾക്കാർക്ക് സ്ട്രോക്ക്. 90% ആൾക്കാർക്കും കൃത്യമായി മരുന്നുകളും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും റിസ്ക് ഫാക്ടേഴ്സ് കറക്റ്റായിട്ട് ചികിത്സകളും ചെയ്യുകയാണെങ്കിൽ 90% ആൾക്കാർക്കും സ്ട്രോക്ക് വരില്ല. പിന്നെ ഈ നമ്മൾ പൊതുവേ കാണുന്ന ഒരു അബദ്ധം എന്ന് പറയുമോ എന്ന് അറിഞ്ഞുകൊണ്ട്, അതായത് രോഗികളിൽ പല ആൾക്കാർ ഇപ്പോൾ ഒരു സ്ട്രോക്ക് ഇപ്പം ഒരു ഇസ്കീമിക് സ്ട്രോക്കാണ് വന്നതെങ്കിൽ നല്ലൊരു ശതമാനം രോഗികളിൽ രക്തക്കട്ട പിടിക്കാതിരിക്കാനുള്ള ആസ്പിരിൻ, ക്ലോപ്പിഡ്രോഗൽ എന്ന ഗുളികകൾ കഴിക്കേണ്ടി വരും. അപ്പോൾ പലപ്പോഴും മിക്കവാറും നമ്മൾ രോഗികൾക്ക് എല്ലാം പറയാറുണ്ട്, ഈ മരുന്ന് കഴിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ കഴിക്കാനുള്ള, ആജീവനാന്തം കഴിക്കണം. അതിൽ മിനിമം 1-2 ഗുളികളെങ്കിലും. ഒരിക്കൽ സ്ട്രോക്ക് വന്നാൽ ഈ സ്ട്രോക്ക് വീണ്ടും വരാനുള്ള റിസ്ക് ആജീവനമുണ്ട്. 1 മാസമോ 2 മാസമോ അല്ല, അത് ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും വീണ്ടും വരാം. അത് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്നത്. അപ്പോൾ അത് 1-2 ഗുളികകളെങ്കിലും സ്ട്രോക്കിനായിട്ട് മിനിമം ജീവിതം മുഴുവൻ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 90% രോഗികൾ അത് കൃത്യമായി ഫോളോ ചെയ്യും. അവർ മരുന്ന് നിർത്തില്ല. ചില ആൾക്കാർ ചിലപ്പോൾ പക്ഷേ മരുന്ന് നിർത്താൻ പാടില്ല. 1-2 ഗുളികകളെങ്കിലും, പ്രത്യേകിച്ച് രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള എക്കോസ്പിരിൻ പോലുള്ള ഗുളികൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. അത് 1-2 മാസത്തേക്കല്ല, ഒരിക്കൽ വന്നാൽ ഈ റിസ്ക് ജീവിതകാലം മുഴുവനുണ്ട്, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിക്കും. സ്ട്രോക്കിനെ അതിജീവിച്ച്, അല്ലെ ചികിത്സയിലൂടെ അതിനെ അതിജീവിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പഴയ ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് മടങ്ങി വരാൻ കഴിയും. അത് ഈ സ്ട്രോക്കിൻ്റെ നമ്മൾ അടിയന്തരമായി ചികിത്സ നമ്മൾ നൽകിക്കഴിഞ്ഞാൽ ഈ രോഗിക്ക് വൈകല്യങ്ങളും എല്ലാം ഓൾറെഡി കുറഞ്ഞിരിക്കും. നമ്മൾ ഈ അടിയന്തരമായ ചികിത്സ നൽകാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്ക് വൈകല്യങ്ങൾ ഉണ്ടാകും. ഈ ഉണ്ടായ വൈകല്യങ്ങൾ ആദ്യത്തെ ഒരു 3 മാസം കൊണ്ടാണ് ക്രമേണ സ്ലോ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത്. അതിൽ കാണുന്ന 60-70% ആൾക്കാരും ഓൾമോസ്റ്റ് അവരുടെ പഴയ ജീവിതത്തിലേക്ക് പൂർണ്ണമായോ അപൂർണമായോ തിരിച്ചെത്താറുണ്ട്. 20-30% രോഗികളിൽ പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാറില്ല. അത് ചില രോഗികൾക്ക് നടക്കാനുള്ള രീതിയിൽ മാത്രമേ അവർ വാക്കർ വെച്ചിട്ടോ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഭിത്തിയുടെ സഹായത്തോടെ നടക്കുകയോ, ചില ആൾക്കാർ കിടപ്പ് രോഗികൾ ഒരു പരിപൂർണമായും ചെയ്യാവലംബിയാവും. അവർ 5-10% ആൾക്കാർ ചിലപ്പോൾ പരിപൂർണമായി കിടപ്പ് രോഗികളായി മാറാറുണ്ട്. പക്ഷെ മരുന്ന് കൃത്യമായിട്ട് കഴിച്ച് നല്ല രീതിയിലുള്ള സമയത്ത് ട്രീറ്റ്മെന്റ് കിട്ടിയാൽ ഒരുപക്ഷെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ. നമ്മളിപ്പോൾ പറയുന്നത്, ഇപ്പോൾ ഒരാൾ ഈ സമയത്ത് വന്നു, പ്രധാന രക്തക്കുഴലിൽ ക്ലോട്ട് ഇരിപ്പുണ്ട്, അപ്പോൾ ആ ക്ലോട്ട് എടുത്തു മാറ്റുന്ന ചികിത്സ ചെയ്താൽ 50-60% ആൾക്കാരും 3 മാസം കൊണ്ട് പഴയ പോലെ ആവും. ഇത് നമ്മൾ ഒന്നും മരുന്ന് മാത്രമാണ് കൊടുക്കുന്നത്, ക്ലോട്ടൊന്നും എടുത്ത് മാറ്റിയില്ല എങ്കിൽ അത് 10% ആൾക്കാരെ പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഒരു ചികിത്സയിൽ 60% നോർമൽ ആവുകയും ചികിത്സ ചെയ്യാത്തപ്പോൾ 10-20% മാത്രം നോർമൽ ആ വ്യത്യാസമില്ലേ? അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും സാധ്യത കൂടും. നമ്മൾ ചികിത്സ ചെയ്താലും ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ ഓൾറെഡി ഡാമേജ് വന്നിട്ടുണ്ടാവും, അവർക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ ചികിത്സ ചെയ്യുമ്പോൾ അവർ പൂർണ്ണമായി നോർമൽ ആകാനുള്ള സാധ്യത വളരെ കൂടുകയാണ്. സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുന്നതിലും ഒരു പരിശീലനം ആവശ്യമില്ലേ? ഈ സ്ട്രോക്ക് വന്ന രോഗികൾക്ക് പല രീതികളായിരിക്കും വൈകല്യങ്ങളുള്ളത്. അത് ചിലവർക്ക് ചെറിയ രീതിയിൽ നടക്കാനൊരു ബുദ്ധിമുട്ടേ കാണുള്ളൂ, ബാക്കിയെല്ലാം ചെയ്യാൻ കഴിയും. റീഹാബിലിറ്റേഷൻ. അപ്പോൾ ചില ആൾക്കാർ പൂർണ്ണമായി കിടപ്പിലായിരിക്കും. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ, പുനരധിവാസത്തിന് ആദ്യം തൊട്ടേ ഈ സ്ട്രോക്ക് ഉണ്ടായ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അത് ആരംഭിക്കാറുണ്ട്. റീഹാബിലിറ്റേഷൻ 3ആയി നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഫിസിക്കൽ തെറാപ്പി, നമ്മൾ ശാരീരികമായ. 2 നമ്മുടെ സ്പീച്ച് തെറാപ്പി, നമ്മുടെ സംസാരം, നമുക്ക് ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി. 3 ഓക്കുപ്പേഷണൽ തെറാപ്പി, അതായത് നമുക്ക് കൈ കൊണ്ടോ കാല് കൊണ്ടോ ഒക്കെ നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടൊരു ജോബ് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന തെറാപ്പിയാണ് ഓക്കുപ്പേഷണൽ തെറാപ്പി. അപ്പം ഈ 3 കൂടെ ചേരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ കൂടെ
സൈക്കോളജി, ആ സപ്പോർട്ട് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കാണ് ടോട്ടൽ റീഹാബിലിറ്റേഷൻ ആവുന്നത്. അപ്പോൾ ഓരോ രോഗിക്കുമുള്ള വൈകല്യങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് സംസാരിക്കാനായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട്, അപ്പോൾ അവർക്ക് സ്പീച്ച് തെറാപ്പി ആയിരിക്കാം കൂടുതൽ വേണം. അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് വെച്ചാൽ 24 തൊട്ട് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ആരംഭിക്കുകയും ഇതൊരു ആദ്യത്തെ 3 തൊട്ട് 6 മാസം രോഗിയുടെ വൈകല്യങ്ങൾക്കനുസരിച്ച് നമുക്ക് നൽകാൻ കഴിയുകയും ചെയ്താൽ ഈ രോഗികൾക്ക് വൈകല്യങ്ങൾ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്ത് പഴയ പോലെ എത്താൻ പറ്റും. ഇപ്പോൾ രോഗമുക്തി നേടിയ ഒരാൾക്ക് ലൈംഗിക ജീവിതം പര്യാപ്തമാണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിനെ ആശ്രയിച്ചിരിക്കും. ഈ എന്തൊക്കെ വൈകല്യങ്ങളാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നതിനെ ആശ്രയിച്ച്. ഇപ്പം ഒരു ഫുള്ളി റിക്കവർ ചെയ്തൊരു പേഷ്യൻറ്റിന് ലൈംഗികമായ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ 1-2 പ്രാവശ്യം സ്ട്രോക്ക് വന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടില്ല, നടക്കാൻ പറ്റുന്ന ഒരാൾക്ക് ചിലപ്പോൾ പഴയ പോലുള്ള ലൈംഗിക ശേഷി ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം ഷുഗറുള്ള ഒരാളാണ്, ഒരു 20 വർഷമായിട്ട് ഷുഗറുണ്ട്, സ്ട്രോക്ക് വന്നു. ഷുഗർ കാരണം തന്നെ പുള്ളിയുടെ ലൈംഗിക ശേഷിക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ അത് സ്ട്രോക്കിന് മാത്രമായിട്ട് ആയിരിക്കില്ല അതുണ്ടാകുന്നത്, പല പല കാരണങ്ങൾ ചേർന്ന്. ഇപ്പോൾ സ്ട്രോക്ക് കൊണ്ടുണ്ടാകുന്ന വൈകല്യങ്ങൾ എന്താണ്, നേരത്തെ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സെക്ഷൽ സ്റ്റാറ്റസ്, അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇതിന് ശേഷം എന്താവുക എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ എത്രമാത്രം ആ ചികിത്സാ രീതി പുരോഗമിച്ചിട്ടുണ്ട്? കേരളത്തിൽ നമ്മളെ ഈ രക്തക്കട്ട അലിയിച്ച് കളയുന്ന ചികിത്സ അത് 1995 ലോകത്ത് നിലവിൽ വന്നത്. നമ്മുടെ ഈ മെക്കാനിക്കൽ ത്രോംബെക്ടമി ചികിത്സ 2015 നിലവിൽ വന്നത്. ഇത് കേരളത്തിൽ സർക്കാർ മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും പല ആശുപത്രികളിലും ഇത് അവൈലബിൾ ആണ്. എല്ലായിടത്തും അവൈലബിൾ അല്ല, പക്ഷെ കൂടുതൽ എനിക്ക് തോന്നുന്നത് സിറ്റീസിലാണ്. നമ്മുടെ ടൗൺസ് അല്ലെങ്കിൽ ചെറിയ വില്ലേജ്, ഗ്രാമങ്ങൾ, അല്ലെങ്കിൽ പട്ടണങ്ങൾ, അവിടെയൊന്നും ഈ ചികിത്സ കിട്ടില്ല. ആ രീതിയിലുള്ള ആശുപത്രി, ഞാൻ 24 മണിക്കൂറുള്ള CT സ്കാൻ, 24 മണിക്കൂർ അലിയിച്ച് കളയുള്ള ഫെസിലിറ്റി ഒരു വില്ലേജ്, ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പട്ടണം അവിടെ ഇതുവരെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഉണ്ടായിട്ടില്ല. എല്ലാ ജില്ലാ ആശുപത്രികളിലും മിക്കവാറും എല്ലാ ജില്ലാ ആശുപത്രികളുണ്ട്. എല്ലാ ജില്ലാ ആശുപത്രികളിലും ഇല്ല, മിക്കവാറും എല്ലാ ജില്ലാ ആശുപത്രികളിലും അലിയിച്ച് കളയാനുള്ള ചികിത്സയുണ്ട്. ഈ ചില ജില്ലാ ആശുപത്രികളിലൊക്കെ നമുക്ക് 24 മണിക്കൂറും ചിലപ്പോൾ സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി കാണണമെന്നില്ല. അപ്പോൾ പക്ഷേ അതിനൊക്കെ ടെലി റേഡിയോളജി സപ്പോർട്ടോടുകൂടി ഇപ്പം നമുക്കത് സ്കാൻ എടുക്കുന്നു. പക്ഷേ ടെലി റേഡിയോളജി വഴി ഒരാൾ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ആ റിപ്പോർട്ട് ചെയ്ത് വെച്ച് സ്കാൻ ചെയ്യാവുന്നതാണ്. മിക്കവാറും എല്ലാ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ഈ IV ത്രോംബോളിസിസ് ചികിത്സ. അതിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് സെൻ്ററിൻ്റെ നോഡൽ ഓഫീസറാണ് താൻ. അതെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ 2012 ഈ സ്ട്രോക്ക് ത്രോംബോളിസിസ് ആദ്യമായി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രോക്ക് ത്രോംബോളിസിസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് ഒരു സ്ട്രോക്ക് ഹെൽപ്പ് ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അതായത് നമ്മൾ മെഡിക്കൽ കോളേജിലുള്ള ഏതെങ്കിലും രോഗി കാഷ്വാലിറ്റി വരികയാണെങ്കിൽ ഉടൻ തന്നെ ആ സ്ട്രോക്ക് ഹെൽപ്പ് ലൈനിൽ വിളിക്കുന്നു. അപ്പോൾ നമ്മളുടെ ടീം അവിടെ രോഗിയെ കണ്ട് നമുക്ക് ഒരു 24/7 CT സ്കാനുണ്ട് സ്ട്രോക്കിന് മാത്രമായിട്ട്. ആ സ്ട്രോക്ക് CTയിലോട്ട് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നു, അവിടെ വെച്ച് സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്തിട്ട് ആ സ്കാൻ അവിടെ വെച്ച് തന്നെയാണ് തീരുമാനം എടുക്കുന്നത്, അലിയിച്ച് കളയണോ അതോ ഇതിൽ നമ്മൾ ICUలో അഡ്മിറ്റ് ചെയ്യണോ, വാർഡിലോട്ടാണോ, എവിടെയാണ് കിടത്തുക എന്നുള്ള ഡിസിഷൻസ് എല്ലാം അവിടെ വെച്ച് എടുത്ത്. ഇപ്പോൾ ക്ലോട്ട് എടുത്ത് മാറ്റേണ്ട ചികിത്സയാണെങ്കിൽ തൊട്ടപ്പുറമാണ് കാത്ത് ലാബ് ഉള്ളത്, അങ്ങോട്ട് മാറ്റി ക്ലോട്ട് എടുത്ത് മാറ്റുന്ന ചികിത്സ ചെയ്യുന്നു. അലിയിച്ച് കളയാനുള്ള ചികിത്സ നമ്മൾ ICUലോട്ട് മാറ്റി അവിടെ വെച്ചാണ് അലിയിച്ച് കളയുക. അപ്പോൾ ഈ ഒരു കാഷ്വാലിറ്റി 24/7 ഉണ്ട്. 2 ഈ സ്ട്രോക്കിന് മാത്രമായി ഒരു CT സ്കാൻ ഉണ്ട്. 3 സ്ട്രോക്കിന് വേണ്ടിയിട്ട് ഒരു 12 ബെഡുള്ള ICU ഉണ്ട്. 12 ബെഡേ ഉള്ളൂ. 12 ബെഡേ ഉള്ളൂ. 4 സ്ട്രോക്കിനായിട്ടുള്ള ഒരു കാത്ത് ലാബ്. ഇത്രയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലവിലുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശ്രയിക്കാൻ പറ്റൂ? ഉറപ്പായിട്ടും. അതോ ബെഡ് ഉണ്ടെങ്കിൽ മാത്രമേ? ബെഡിൻ്റെ കുറവ് ഒരു പ്രോബ്ലം തന്നെയാണ്. അത് ഓവർ ടൈം ക്രമേണ കൂടുതൽ ബെഡുകൾ ആവശ്യം വന്നേക്കും. കാരണം ഈ ബെഡിൻ്റെ പരിമിതി കാരണം ഞങ്ങൾക്കൊണ്ട് കഴിയുന്ന എല്ലാ രോഗികൾക്കും ഞങ്ങൾ ചികിത്സ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ ICUകളിൽ കിടക്കുന്ന രോഗി സിക്കാണെങ്കിൽ നമുക്ക് അവരെ മാറ്റി ഒരു രോഗിയെ എടുക്കാൻ പറ്റില്ല. അവർ ICUവിൽ കിടത്തത്തില്ല. സ്ട്രോക്ക് രോഗികൾ ഞങ്ങളുടെ വാർഡുകളിലോ ന്യൂറോളജി വാർഡിലോ ന്യൂറോളജി ICUവിലോ ഒന്നും ആരെയും തടയി കിടത്താറില്ല. കാരണം ഞങ്ങളുടെ ഒരു ലക്ഷറിയാണത്. ഞങ്ങൾക്ക് പേഷ്യൻസിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള മെഡിസിൻ സർജറി വാർഡിൽ അവർക്കത് പറ്റില്ല. അവർക്ക് എല്ലാവരും അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ.
അതിൽ നിന്ന് നമുക്ക് ഈ അലിയിച്ച് കളയാൻ പറ്റുന്ന രോഗികളെയാണ് ഞങ്ങൾ മാറ്റി അലിയിച്ച് ക്ലോട്ട് എടുത്ത് മാറ്റാൻ പറ്റുന്ന രോഗികളെ മാത്രമാണ് ക്ലോട്ട് എടുത്ത്. ഞങ്ങളുടെ ബെഡ് കപ്പാസിറ്റി അത്രേ ഉള്ളൂ. ബാക്കി ജനറൽ മെഡിസിനിലായിരിക്കും കിടക്കുന്നത്. പക്ഷേ അവർ നല്ല രീതിയിലാണ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള അധികം ബെഡ് ഇല്ലെങ്കിൽ, ആ സമയത്ത് ബെഡ് ഇല്ലെങ്കിൽ ജനറൽ മെഡിസിനിൽ അഡ്മിറ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി. ആരെയും വീട്ടിൽ വിടില്ല. ഇല്ല, ആരെയും വീട്ടിൽ വിടാൻ സാധാരണ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രധാന കുഴപ്പം അതാണല്ലോ. അതായത് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നിന്ന് നമ്മളടുത്തോട്ട് വിടും. അവിടെ ചെല്ലുമ്പോൾ ഒരു പാവപ്പെട്ട ആൾ പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ഇത്ര രൂപയാവുമെന്ന് വെക്കുമ്പോഴേ അവർ പേടിക്കും. അവർ മെഡിക്കൽ കോളേജിലോട്ടായിരിക്കും വരുന്നത്. നേരെ മെഡിക്കൽ കോളേജിൽ വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത ശ്രീ ചിത്രയിൽ ചെല്ലുമ്പോൾ അവിടെയും ബെഡില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വിടും. അപ്പോൾ എല്ലാം വന്ന് അവസാനം സംഗമിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അവിടെ ഈ ഒരു മെഡിസിൻ വാർഡിൽ ഒരു 60 ബെഡും അപ്പുറത്തൊരു 120 ബെഡുള്ളൊരു അഡ്മിഷൻ ദിവസം 240 രോഗി വന്നാൽ എവിടെ കിടക്കും? വരണ്ടെന്ന് ആർക്ക് പറയാൻ കഴിയും? അത് അവിടുത്തെ ഡോക്ടർമാർ അഡ്രസ് ചെയ്യേണ്ട വിഷയമല്ല. ഇത് ഇപ്പോഴൊന്നും ഞാൻ MBBS പഠിക്കുമ്പോഴും താങ്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഞാൻ 2000 MBBS പഠിക്കാൻ വന്നതാണ് തിരുവനന്തപുരത്ത്. ഞാൻ പഠിക്കാൻ വരുമ്പോഴേ ഇങ്ങനെയാണ്. ഇപ്പോൾ രോഗികളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഇപ്പം ആൾക്കാർക്ക് പേടിയാണ് ഇപ്പോൾ ചികിത്സിക്കാൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പൊതുവേ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ആതുര ശുശ്രൂഷ കേന്ദ്രമാണ്. ഒരുപാട് രോഗികൾ അവിടെ വന്ന് ചികിത്സ തേടി പോകുന്നു, പ്രത്യേകിച്ച് പാവപ്പെട്ടവർ. പക്ഷേ ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. പക്ഷേ എന്നാലും ഇപ്പം ഡോക്ടർ ഹാരിസ് ഇന്ന് പറഞ്ഞ പോലെ ഈ ഹൃദയത്തിന് ചികിത്സ തേടി വരുന്ന ഒരാളെ തറയെ കിടത്തേണ്ടി വരുന്നത് അത് നിർഭാഗ്യകരമാണ്. ഇപ്പം എൻ്റെ വീട്ടിലുള്ള ഒരാൾ വരുമ്പോഴേ എനിക്ക് അതിൻ്റെ സങ്കടം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ MBBS ഇവിടെയാണ് പഠിക്കുന്നത്. ഞാൻ പഠിച്ചതെല്ലാം ഇവിടെയാണ്. അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ തൊട്ടേ രോഗികളുടെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ അത് രോഗിയുടെ എണ്ണം കൂടി വരികയാണ്. പണ്ട് 30 പേരാണ് തറയിൽ കിടക്കുന്നതെങ്കിൽ ഇപ്പോൾ 60 ആയിട്ടുണ്ട്. കാരണം പെരിഫറിയിലുള്ള ഡോക്ടേഴ്സിന് അവർക്കും പേടിയാണ്. ഇപ്പോൾ അവരിങ്ങോട്ട് റെഫർ ചെയ്യും. കാരണം അവിടെ കിടന്ന് അവരെന്തിനും അടി കിട്ടുന്ന മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടേഴ്സ് അടി കിട്ടിക്കോട്ടെ എന്ന് അവർ വിചാരിക്കും. അപ്പോൾ ഇവിടെ ഈ സ്ഥലക്കുറവിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ വന്ന് തറയിൽ കിടന്ന് കഷ്ടമാണ്. ആൾക്കാർക്ക് കുറച്ചുകൂടെ ബെറ്റർ കെയർ കിട്ടിയാൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഒരാൾ വയ്യാതെ തറയിൽ കിടക്കുന്നത് നമ്മൾ ഡെയിലി കാണുന്നതാണ്. എന്നാലും അത് ശരിയല്ല. അത് എനിക്ക് തോന്നുന്നു ഈ പുതിയ സർജിക്കൽ ബ്ലോക്ക് എല്ലാം കഴിയുമ്പോൾ കുറേ ബ്ലോക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും മെഡിസിനിൽ കൂടുതൽ ബെഡ് കിട്ടുകയും ചെയ്യുമായിരിക്കും. അപ്പം ബെഡ് കൂടുന്നതനുസരിച്ച് 120 ബെഡുള്ള ഒരു വാർഡിൽ ഒരു 2 ഡോക്ടറും ഒരു 3 സിസ്റ്ററും കൊണ്ട് എന്ത് മാജിക് ചെയ്യാനാണ്? അവർക്കൊരു പരിധിയില്ലേ? അതായത് ഒരേ സമയത്ത് 3-4 രോഗികൾ സിക്കായി എന്ന് വെച്ചോ, എങ്ങനെ ഈ 3-4 രോഗികളെ മാനേജ് ചെയ്യാം? അപ്പോൾ മാൻ പവർ കൂട്ടേണ്ടി വരാം. നമ്മളൊരു ഐഡിയൽ ആശുപത്രിയിൽ ഒരു 3 രോഗിക്ക് ഒരു നേഴ്സ്, 4 രോഗിക്ക് ഒരു ഡോക്ടർ, ആ ഒരു പ്രൊപ്പോർഷനാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ പ്രൊപ്പോർഷൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി സ്റ്റാഫ് കെയർ വേണം. ഇപ്പോൾ ഉദാഹരണം മെഡിക്കൽ കോളേജിൽ വരുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ട്രോളി തള്ളാനായിട്ട് രോഗികളുടെ കൂടെ ഉള്ള ആൾക്കാർ തന്നെയാണ് ട്രോള് തള്ളേണ്ടവർ ആ ജോലി ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. അവരൊരു 3 പേരുണ്ടെങ്കിൽ ഒരു 10 ട്രോളി ഒരുമിച്ചൊന്നും അവരേത് തള്ളേണ്ടത് അവർ തള്ളി എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടാവും. പക്ഷേ അവരിപ്പോൾ വാർഡിൽ പേഷ്യൻറ്റിനെ കൊണ്ടുപോകുമ്പോഴായിരിക്കും വേറെ ഒരു 3 പേഷ്യൻ്റ് വരുന്നത്. അത്ര ടേൺ ഓവറാണ് അവിടെ. അപ്പോൾ കൂടുതൽ സ്റ്റാഫിന് കിട്ടുന്നത് നല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല. ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നേ ഉള്ളൂ. ഞാനത് പഠിക്കുന്ന കാലം തൊട്ടേ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് സങ്കടമുണ്ട്. ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ പുതിയ മെഡിക്കൽ കോളേജ് ഇതേപോലെ 3-4 ബിൽഡിംഗ് എക്സ്ട്രാ വേണം. ഇതിൻ്റെ ഇരട്ടി സ്റ്റാഫുകൾ വേണം. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ സ്ട്രോക്ക് ചികിത്സയ്ക്ക് വരുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെ ചികിത്സാ രീതി സാമ്പത്തികമായിട്ട് അങ്ങനെയാണ് സൗജന്യമാണോ അതോ? ഈ അലിയിച്ച് കളയാനുള്ള മരുന്ന് സൗജന്യമാണ്. ഈ അലിയിച്ച് കളയാനുള്ള ഇഞ്ചക്ഷൻ്റെ വില ഒരു ഇഞ്ചക്ഷന് 50,000 തൊട്ട് 60,000 രൂപയാവും. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത് BPL APL ഒന്നൊന്നുമില്ല. അവിടെ ആര് വരുന്നോ നമ്മൾ ഒരു മാസം ഏതാണ്ട് 30
തൊട്ട് 40 രോഗികളെ വരെ ഈ അലിയിച്ച് കളയുന്ന മരുന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ അതെല്ലാം ഫുൾ ഗവൺമെൻറ്റാണ് സ്പോൺസർ ചെയ്യുന്നത് ആ മരുന്നെല്ലാം. അപ്പോൾ ഗവൺമെൻറ്റും ഇതൊരു ടീമാണല്ലോ, ഗവൺമെൻറ്റും കാര്യങ്ങൾ മനസ്സിലാക്കി. മെഡിക്കൽ കോളേജിന് ഇതേപോലൊരു 3 ബിൽഡിംഗ് വേണം, ഇതേ ബെഡ് സ്ട്രെങ്ത് ഉള്ള, ഇതേ സ്റ്റാഫ് അതിനനുസരിച്ച് വേണം. അതേപോലെ ഇപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസ് വലിയൊരു ക്യാമ്പസാണ്, നമുക്കിപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ക്യാമ്പസിൽ ഇനി എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലമില്ല. കാരണം നമുക്ക് വേണ്ട സ്ഥലമെല്ലാം RCC ശ്രീചിത്ര ആശുപത്രികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ കൂടുതൽ ബിൽഡിംഗ് ഉണ്ട്, അതിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ രോഗികൾ തറയിൽ കിടക്കുകയാണ്, ഈ കട്ടിൻ്റെ അടിയിലും അതിൻ്റെ മുകളിലും എല്ലാം കിടക്കുമ്പോഴത്തേക്കാണ് ഇതേ ക്യാമ്പസിൽ വേറെയുള്ള കെട്ടിടങ്ങൾ വലുതായി വരുന്നത്. ഇപ്പോൾ ഈ സ്ട്രോക്കിലെ വൈകല്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് ഫിസിയോതെറാപ്പിയിലൂടെ ഈ നടക്കാനൊക്കെ ഉള്ള ഒരു ഇത് നിരന്തരമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് വീണ്ടെടുക്കാൻ പറ്റും, നടക്കാനൊക്കെയുള്ള ചലനശേഷിയെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 70% ആൾക്കാരിലും നമ്മൾ ഈ പുനരധിവാസം റീഹാബിലിറ്റേഷൻ വഴി ഓൾമോസ്റ്റ് ബാക്ക് ടു നോർമൽ ആവും. പക്ഷേ ഒരു 30 തൊട്ട് ഒരു 20% ആൾക്കാരിൽ വൈകല്യങ്ങൾ കാരണം അവർക്ക് നടക്കാൻ പറ്റും, പക്ഷേ പഴയ പോലെ നോർമൽ ആവില്ല. ഒരു 5% ആൾക്കാർ കിടപ്പ് രോഗികളായി. അതുപോലെ സംസാരശേഷിയിലും ഇതേപോലെ സ്പീച്ച് തെറാപ്പി. അതായത് നമ്മളെ ഈ ബ്രെയിനിൻ്റെ ഒരു കുഴപ്പം, നമുക്ക് ഇപ്പം കരൾ ഡാമേജ് ആയാൽ നമുക്ക് കരൾ മാറ്റാം, കിഡ്നി ഡാമേജ് ആയാൽ കിഡ്നി മാറ്റാം, ഹൃദയം ഡാമേജ് ആയാൽ ഹൃദയം വരെ മാറ്റാം. പക്ഷെ തല മാറ്റാൻ ഒക്കില്ല, തലച്ചോറ് മാറ്റാം. ഒരിക്കൽ ഡാമേജ് ആയ ആ ഭാഗം പോയി. അപ്പം അതിൻ്റെ ജോലി വേറുള്ള ഭാഗങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ ഈ വൈകല്യം കുറയുള്ളൂ. ഇപ്പോൾ ഉദാഹരണം സംസാരശേഷി പോയി കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് തലച്ചോറിൻ്റെ ഇടത് തലച്ചോറിൻ്റെ ഭാഗമാണ് സംസാരം കൺട്രോൾ ചെയ്യുന്നത്. അവിടെ പോയാൽ അത് പോയി. അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളോ വലതുവശത്തെ ഭാഗങ്ങളോ ആ ജോബ് ഏറ്റെടുക്കണം. റീകൂപ്പ് ചെയ്യാൻ പറ്റില്ല, അത് സ്വന്തമായിട്ട് വരില്ല. അത് പോയി. സ്ട്രോക്ക് വന്നതല്ല, ഒരു അപകടത്തിൽപ്പെട്ടതാണ് നടൻ ജഗതി ശ്രീകുമാർ. അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടെടുക്കാൻ പ്രയാസം. അതായത് ഇതിൻ്റെ ജോലി വേറൊരു ഭാഗം ഏറ്റെടുക്കുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട്. അത് ഒന്ന് പ്രായമാണ്, അതായത് കുഞ്ഞു കുട്ടികളിലാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി നോർമലാവും. ഒരു 80 വയസ്സിലാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ അവർക്ക് കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേയില്ല. അപ്പോൾ ആ ഒരു റീജനറേറ്റീവ് കപ്പാസിറ്റി ഓരോ ആൾക്കാരിലും ഡിഫറൻ്റ് ആണ്. അത് ഓരോ ഇപ്പോൾ ജനറ്റിക് ട്രൈറ്റ്സ് ആയിരിക്കാം, പക്ഷെ അത് ഏജ് വ്യത്യാസം വരാം, ജനറ്റിക്സ് വ്യത്യാസം വരാം, നമ്മൾ എത്രത്തോളം റീഹാബ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഇപ്പോൾ സ്ട്രോക്ക് വന്നായാലും ഇപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടായാലും തലച്ചോറിൽ അതിൻ്റെ സംസാരശേഷി പോകുന്ന ഒരാൾക്ക് വീണ്ടെടുക്കാൻ പറ്റും. പൂർണ്ണമായി പോകണമെന്നില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാറിൻ്റെ തലച്ചോറിൻ്റെ പല ഭാഗത്തും കേടുണ്ടായിരിക്കാം, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ ഈ ജോബ് ഏറ്റെടുക്കാനുള്ള ഭാഗവും ഡാമേജ് ആണെങ്കിൽ പിന്നെ എങ്ങനെ റിക്കവറി വരും? ചെയ്യാൻ പറ്റില്ല. അപ്പം അതായിരിക്കാം കാരണം. സ്ട്രോക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു 1, 2, 3, 4, 5 എന്നുള്ള രീതിയിൽ ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും. ഒന്ന്, ജീവിതശൈലി ശ്രദ്ധിക്കുക. 2, ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഷുഗർ, BP, കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഉണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യുക. 3, ഈ ദുശീലങ്ങൾ, പുക, മദ്യം, പ്രത്യേകിച്ച് മദ്യം ചോദിച്ചോട്ട് മദ്യം അതുണ്ടെങ്കിൽ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ തുടങ്ങാതിരിക്കുക. 4, വ്യായാമം. ഒരു മിനിമം ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ വ്യായാമം 5 ദിവസം പറ്റുന്ന രീതിയിൽ നടക്കുക. ജിമ്മിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, നടക്കുന്നതാണോ ഏറ്റവും നല്ല വ്യായാമം? ഏറ്റവും നല്ല വ്യായാമം ഓരോ ഇൻഡിവിജ്വലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പം എനിക്ക് കുറച്ചുകൂടെ ഓടാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. പക്ഷെ എല്ലാവർക്കും അത് ഇപ്പം മുട്ട് തേയ്മാനം വന്ന് 60 വയസ്സുള്ള ആളുകളൊക്കെ ഞാൻ ഓടാൻ പറയുന്നത് ശരിയല്ലല്ലോ. നീന്തൽ നല്ല വ്യായാമമാണ്. അപ്പോൾ ഓരോ ആൾക്കാർക്കും പറ്റുന്ന അവരെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വ്യായാമം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പം മുട്ടുവേദനയായിട്ട് ഞാൻ ഓടി മുട്ടുവേദന കൂട്ടുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഒരു ഇടത്തരം സ്പീഡിൽ നടക്കാൻ പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി അനുസരിച്ച് നമ്മളൊരു വ്യായാമം ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ചെയ്യുക എന്നുള്ളതാണ്. 4, എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണങ്ങൾ ഈ ഷുഗർ, BP അങ്ങനെയുള്ള മരുന്നുകൾ മുടക്കാതെ കൃത്യമായി അത് കഴിച്ച് ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ വാല്യൂസൊക്കെ നോക്കി അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സ്ട്രോക്ക് വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ വർഷത്തെ സ്ട്രോക്ക് ഡേയുടെ തീം എന്തായിരുന്നു? ഈ വർഷത്തെ സ്ട്രോക്ക് ഡേയുടെ തീം എന്ന് പറയുന്നത്, ഈ പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞു, നെഞ്ചുവേദന വന്നാൽ അത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്നറിയാം. പക്ഷേ ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ വന്നാൽ നേരത്തെ കാട്ടിയൊക്കെ ഇപ്പോൾ ഒത്തിരി മെച്ചമാണ്. എന്നാൽ പോലും പലപ്പോഴും ആൾക്കാർ അത് ശ്രദ്ധിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാറാൻ കാത്തിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അപകടം കണ്ടതുകൊണ്ടാണ് ഈ വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ ഈ വർഷം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നോ ദ സൈൻസ് ഓഫ് സ്ട്രോക്ക്, അതായത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക,
എവറി മിനിറ്റ് കൗണ്ട്, ഓരോ നിമിഷവും അമൂല്യമാണ്. കാരണം സ്ട്രോക്കിൻ്റെ ചികിത്സ ഓരോ നിമിഷം താമസിക്കുന്നതനുസരിച്ച് ഡാമേജ് കൂടി വരും, വൈകല്യങ്ങൾ കൂടി വരും, മരണനിരക്ക് കൂടി വരും. ആക്ട് ഫാസ്റ്റിന് ഉടൻ നടപടി എടുക്കുക, മാറാൻ കാത്തിരിക്കരുത്, തൊട്ടടുത്തുള്ള സ്ട്രോക്ക് റെഡി ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി, എല്ലാ ആശംസകളും. നമസ്കാരം.